എന്തുകൊണ്ടാണ് പശുക്കളെ ഗോമാതാവ് എന്ന് വിളിക്കുന്നത്? ജീവനുണ്ടെങ്കിൽ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ, കാലമുണ്ടാകുള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് സമയമുള്ളത്. ഈ ജീവഗോളമായിരിക്കുന്ന ഭൂമിയെ, ബീജഗോളമായിരിക്കുന്ന ഭൂമിയെ ചരിപ്പിക്കുന്നത്, സഞ്ചരിപ്പിക്കുന്നത്, കാലത്തെ ഇയക്കുന്നത്, കാലത്തിന് കാരണമായിരിക്കുന്നത് കാളയാണ്. അതാണ് ആ വാക്ക് തന്നെ കാള എന്ന് പറയുന്നത്. കാലത്തെ ഗമിപ്പിക്കുന്നത്, സഞ്ചരിപ്പിക്കുന്നത് കാള. ഭൂമിയിൽ ഏത് ബീജത്തെ അടർത്തിയാൽ മറ്റ് സർവ്വ ബീജവും അടന്നു പോകുന്നു, ആ ബീജം കാളയുടേതാണ്, ഋഷഭത്തിൻ്റെതാണ്. ഋഷഭ സഞ്ചാരമാണ് ഈ ഭൂമി ചെയ്യുന്നത്. കാലത്തിൻ്റെ ബീജത്തെ, കാളയുടെ ബീജത്തെ വഹിക്കുന്നതിനാൽ ഗോമാതാവ് ഗോക്കളാണ്. കാലത്തെ സഞ്ചരിപ്പിക്കുന്ന മാതാവാകയാൽ ഗോമാതാവ് ഗോക്കൾ. ഏത് ജീവിയോടാണ് നമ്മൾ നന്ദി പറയേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഭൂമിയുടെ വാഹനമായിരിക്കുന്ന ശിവൻ്റെ വാഹനമായിരിക്കുന്ന നന്ദിയോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്.